Hi and welcome to the new video on industrial instrumentation and automation. So in the last video, I have discussed about the basic fabrication steps involved in fabrication of any MEMS devices or any integrated chips. Okay. So basic fabrication process ആണ് ഡിസ്കസ് ചെയ്ത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ മെഷീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ മെഷീനിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ. So micro machining, typical micro machining techniques include bulk micro machining where the structures are etched into the silicon substrate, and then we have the substrate surface micro machining where micro mechanical layers are formed by deposition on the surface. Okay. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് മൈക്രോ മെഷീനിങ് ടെക്നിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇത് രണ്ടുമാണ്. ബൾക്ക് മൈക്രോ മെഷീനിങ് ഉണ്ട്, സർഫസ് മൈക്രോ മെഷീനിങ് ഉണ്ട്. ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ബേസിൽ ഈ ഒരു ഓർമ്മയിൽ പോവുകയാണെങ്കിൽ ഒരുവിധം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ബൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ മൈക്രോ മെഷീനിങ് ടെക്നിക്സ് വിച്ച് ഈസ് വേർ ദ സ്ട്രക്ചേഴ്സ് ആർ എച്ച് ഇൻ ടു ദ സിലിക്കൺ സബ്സ്ട്രേറ്റ്. എച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബൾക്കിൽ, അതായത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. താഴേക്ക് നേരത്തെ നമ്മൾ എച്ചിങ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഭാഗങ്ങൾ അറിയാണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ എച്ചിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കി എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ചെത്തി എടുക്കുക എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ബൾക്കിൽ നടക്കുന്നത്. ഇനി സർഫസ് ആണെങ്കിൽ എന്താ, വേർ മൈക്രോ മെക്കാനിക്കൽ ലെയേഴ്സ് ആർ ഫോം ബൈ ഡെപ്പോസിഷനാണ് നടക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് എന്താ പറയുക, ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഇത് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് തമ്മിൽ വ്യത്യാസം. ബൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഉള്ളിലോട്ട് ഇറക്കിയെടുക്കുകയാണ്, അതായത് എച്ചിങ് ആണ് നടക്കുന്നത്. മറ്റേത് ഡെപ്പോസിഷനാണ് നടക്കുന്നത് സർഫസിൽ. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇത് മാത്രമല്ല, മൈക്രോ മെഷീനിങ് ടെക്നിക്സ് വേറെ ഉണ്ട്. ലൈക്ക് വേഫർ ബോണ്ടിങ്, ലിഗാർ, 3D മൈക്രോ ഫാബ്രിക്കേഷൻ ആർ ഓൾസോ യൂസ് ഫോർ ഹൈ ആസ്പെക്ട് റേഷ്യോ സ്ട്രക്ചേഴ്സ്. ഹൈ ആസ്പെക്ട് റേഷ്യോ സ്ട്രക്ചേഴ്സിനാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം. നമ്മൾ തൽക്കാലം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ മെഷീനിങ്ങിലെ ബൾക്കും സർഫസും ആണ്. So first we'll discuss about bulk micro machining, and it is the oldest and most popular technology used in MEMS fabrication. Okay. ഏറ്റവും ഓൾഡസ്റ്റും ആണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ്. ഇൻ ദിസ് മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സ് ആർ ക്രിയേറ്റഡ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ വേഫർ by selectively removing the parts of a wafer material by using orientation dependent etching. ഓക്കെ. സോ പ്രോപ്പർ എച്ചിങ് വഴി ആവശ്യമില്ലാത്ത ഭാഗത്തിന് റിമൂവ് ചെയ്ത് കളയുന്നതാണ് ബൾക്ക് മൈക്രോ മെഷീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസ്ഡ് ഓൺ ദ ഫേസ് ഓഫ് ദ എച്ച് ബൾക്ക് മൈക്രോ മെഷീനിങ് ഫാബ്രിക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വെറ്റ് എച്ചിങ് ആൻഡ് ഡ്രൈ എച്ചിങ്. വെറ്റും ഡ്രൈ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറ്റ് എച്ചിങ് എന്താണ്, ഡ്രൈ എച്ചിങ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാലാണ്, വീഡിയോ കണ്ടാലും നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടി മനസ്സിലാവും. അത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ ഇല്ല എൻ്റെ നേരെ നമ്മൾ മൈക്രോ മെഷീൻ പറയുന്നതിലും അർത്ഥമില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബേസിക്കലി വി ഹാവ് എ സിലിക്കൺ സബ്സ്ട്രേറ്റ്. അതിൻ്റെ മുകളിൽ എന്ത് കൊടുന്ന് വെച്ചു, തിൻ ഫിലിം കൊടുന്ന് വെച്ചു. ഓക്കെ. ഇവിടെ നമുക്കറിയാം എച്ചിങ് ആണ്, കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ ആദ്യം തിൻ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്തു. ഓവർ ദാറ്റ് വി ഹാവ് ദ ഫോട്ടോ റെസിസ്റ്റ്, ദെൻ വി ഹാവ് ദ മാസ്ക്. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു അതേ പ്രോസസ്സ് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സോ വെൻ ലൈറ്റ് ഈസ് പാസ്, അൾട്രാവയലറ്റ് ലൈറ്റ് ഈസ് പാസ്, ഇറ്റ് വിൽ എന്താ ഫോം എ പാറ്റേൺ ഓൺ ദ ഫോട്ടോ റെസിസ്റ്റ്. ഓക്കെ. ഇനി ഈ പാറ്റേൺ താഴേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, എച്ച് ചെയ്തിരിക്കുന്നു. സോ എച്ചിങ് ഹാപ്പൻസ് ആൻഡ് ദിസ് പാറ്റേൺ ഗോസ് ഡൗൺ ടു ദ തിൻ ഫിലിം. ഫൈനലി സ്ട്രിപ്പ് ചെയ്ത് കളയുന്നു ആവശ്യമില്ലാത്ത ഫോട്ടോ റെസിസ്റ്റ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബൾക്ക് മൈക്രോ മെഷീനിങ് ആണ്. ബൾക്കിൽ നമ്മൾ ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കുക, കാർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളുടെ ഇതിൻ്റെ മുകളിൽ മറ്റോടത്താണെങ്കിൽ അടുത്തത് പറയാൻ പോകുന്നത് ഡെപ്പോസിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾ ബേസിക് എച്ചിങ് ആണ്. ഓക്കെ. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് ഒക്കെ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. സോ ഇത് അത് തന്നെയാണ്. ഇത് ഡബിൾ സൈഡഡ് ആണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ. രണ്ട് സൈഡിലും എടുക്കുന്നുണ്ട് ഓക്സൈഡ് ലെയർ. അപ്പോൾ അത് മേലത്തേനെ ഇത് കാണാം നിങ്ങൾക്ക്. ആ ഭാഗം ഞാൻ കാണിച്ചിട്ടില്ല, അതായത് മാസ്ക് വെച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു രീതിക്ക് വീണ്ടും കൊടുന്ന് വെച്ച് ഉണ്ടാക്കി, അതേപോലെ അപ്പുറം ഉണ്ടാക്കിയതാണ്. അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒരു എക്സാമ്പിളോട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും അതേ കാര്യങ്ങളും സ്ട്രിപ്പിംഗ് ഒക്കെ കാണിച്ചിരിക്കും. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക സ്റ്റെപ്പുകളായിട്ട്. സോ സ്റ്റെപ്പ് 1, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദ സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഓഫ് ദ സർക്യൂട്ട് ഐദർ ഓൺ എ പേപ്പർ ഓർ ഓൺ
or using software like PSpice or Proteus. അപ്പോൾ സോഫ്റ്റ്വെയറോ പേപ്പറോ എന്താ വെച്ച് ഉപയോഗിച്ച് ഞാൻ പറയുന്നത് ഈ ഒരു ഇതിൻ്റെ പ്രോസസ്സാണ്. അതിന് ഇനീഷ്യലി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സും അതിന് ഫൈനലായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സും ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ ഇതിന് ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സും അപ്പോൾ അത് മൊത്തത്തിലൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സർക്യൂട്ട് ഡിസൈനും ഡ്രോയിങ്ങും നടത്തണം. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദ സിമുലേഷൻ ഓഫ് ദ സർക്യൂട്ട് ആൻഡ് മോഡലിംഗ് യൂസിങ് CAD. CAD പോലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സിമുലേഷനും മോഡലിങ്ങും നടത്തുക. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം വരുന്നത്. തേർഡ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദ ഫോട്ടോലിത്തോഗ്രഫി. ഇൻ ദിസ് സ്റ്റെപ്പ് എ തിൻ ഫിലിം ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ലൈക്ക് സിലിക്കൺ ഡയോക്സൈഡ് ഈസ് കോട്ടഡ് ഓവർ ദ സിലിക്കൺ സബ്സ്ട്രേറ്റ് ആൻഡ് ഓവർ ദിസ് ആൻ ഓർഗാനിക് ലെയർ സെൻസിറ്റീവ് ടു അൾട്രാവയലറ്റ് rays is deposited using spin coating techniques, and the photolithographic mask is then placed in contact with the organic layer, and the whole wafer is then subjected to ultraviolet radiation, allowing the pattern mask to be transferred to the organic layer. And the radiation either strengthens the photoresist or weakens it, and the uncovered oxide on the exposed photoresist is removed using hydrochloric acid, and the remaining photoresist is removed using hot sulfuric acid, and the resultant is an oxide pattern on the substrate which is used as mask. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചു പോയത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന മൊത്തം മെയിനായിട്ടുള്ള വർക്ക് വരുന്നത് സ്റ്റെപ്പ് 3യിലാണ്. Then the fourth step involves the removal of the unused silicon or etching. Okay, and it involves the removal of the bulk of the substrate either using wet etching or dry etching. And in wet etching and dry etching just കാര്യങ്ങൾ പറയുന്നത് മാത്രമേ. In wet etching the substrate is immersed in a liquid solution or chemical etchant which etches out or removes the exposed substrate either equally in all directions or a particular direction. Okay, HNs ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ്സ് ദ യൂസിങ് ഓഫ് 2 or more വേഫേഴ്സ്. ഇപ്പോൾ നമുക്ക് 3D കിട്ടണമെങ്കിൽ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3ഉം 4ഉം ആണ് ഇപ്പോൾ ആ പ്രോസസ്സായിട്ട് ആ ഡയഗ്രാമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്സും ഫൈനൽ കുറച്ച് എന്താ അവസാനത്തെ ടച്ചിങ് സ്റ്റെപ്സും ആണ്. So fifth step involves joining of 2 or more wafers to produce a multi-layered wafer or a 3D structure. And it can be done using fusion bonding, which involves a direct bonding between the layers or using anodic bonding. So 3D structure ഉണ്ടാക്കുന്നുണ്ട്. Sixth step involves assembling and integrating the MEMS device on a single silicon chip. So final assembling ആണ് ഒറ്റ ചിപ്പിലോട്ടായിട്ട്. And seventh step involves packaging of the whole assembly to ensure the protection from the outer environment, proper connection to the environment, minimum electrical interference. And commonly used packages are metal can packaging, ceramic window packaging ആണ് usually use ചെയ്യുന്നത്. And the chips are bonded to the surface either using a wire bonding technique or using flip chip technology, where the chips are bonded to the surface using an adhesive material that melts on heating, forming electrical connection between the chip and the substrate. ഇപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ 7 സ്റ്റെപ്സ് പറഞ്ഞെങ്കിലും 3 and 4 ആണ് നമ്മൾ നേരത്തെ ആ ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പ്രോസസ്സ് 3 and 4 ആണ്. ബാക്കി അതിൻ്റെ ഇനീഷ്യലൈസേഷനും ജസ്റ്റ് ഫൈനൽ ടച്ചിങ് സ്റ്റെപ്സുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബൾക്ക് മൈക്രോ മെഷീനിങ് എന്ന് പറഞ്ഞത്. നൗ കമ്മിങ് ടു സർഫസ് മൈക്രോ മെഷീനിങ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് മെംസ് ബൈ ഡെപ്പോസിറ്റിംഗ്, പാറ്റേണിങ് ആൻഡ് എച്ചിങ് a sequence of thin films typically in the range 1 to 100 micrometers thick. So depositing ഇവിടെ വരുന്നുണ്ട്, മറ്റേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്, എന്നാലും ഡെപ്പോസിറ്റിംഗ് ഇവിടെ ഉള്ളൂ. മറ്റോടത്തെ ഡെപ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഇല്ല, അതാണ് വ്യത്യാസം. So in contrast to bulk micro machining, surface micro machining builds the structures on the silicon surface by depositing thin films of sacrificial layers and structural layers, and eventually the mechanical structures are formed by removing the sacrificial layers. So ഇതിൻ്റെ മുകളിൽ ലെയറുകൾ ആഡ് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യാണ്. സാക്രിഫിഷ്യൽ ലെയർ എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്താ പറയുക സ്ട്രക്ചറൽ ലെയറും. അവസാനം ഈ സാക്രിഫിഷ്യൽ ലെയറിനെ അതിൽ നിന്ന് എടുത്ത് കളയും, നമുക്ക് ആവശ്യമുള്ള സാധനം അവിടെ നിൽക്കും. അപ്പോൾ അതായത് ഒരു മൂവിങ് ആയിട്ടുള്ള പാർട്സ് ഒക്കെയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, so hence this process is usually involves films of 2 different materials. 2 film materials ഉപയോഗിക്കും. Structural material, a free handling structure is made that is generally polysilicon, polycrystalline silicon, silicon nitride or aluminum. So finally structure ഉണ്ടായി നിൽക്കുന്ന അവസാനം അവിടെ നിൽക്കുന്ന ലെയറിനാണ് സ്ട്രക്ചറൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ലെയർ എന്ന് പറയുന്നത് അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പോളിസിലിക്കൺ ആയിരിക്കാം, പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ ആയിരിക്കാം, സിലിക്കൺ നൈട്രൈഡ് ആൻഡ് അലുമിനിയം എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ദെൻ നമുക്കൊരു സാക്രിഫിഷ്യൽ ലെയറും കൂടി ഉണ്ട്. Sacrificial material is deposited
whenever either an open area or freestanding mechanical structure is required, that is generally an oxide. ഇപ്പോൾ ഒരു ഓക്സൈഡ് ലെയർ അതിൻ്റെ ഇടയിൽ വെറുതെ കൊടുന്ന് വെക്കുന്നതാണ്. ആ ഭാഗം അവിടെ നിന്ന് ഒഴിവായി പോയി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ട്രക്ചർ ലെയർ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരാനായിരിക്കാം, അല്ലെങ്കിൽ അത് മെക്കാനിക്കൽ മൂവിങ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആക്കാനായിരിക്കാം. ഓക്കെ. So the process needed in surface micro machining that illustrates a simplified fabrication of a polysilicon slider with a central layer. ഇപ്പോൾ ഒരു പോളിസിലിക്കൺ സ്ലൈഡർ വിത്ത് സെൻട്രൽ ലെയറിൻ്റെ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡെപ്പോസിഷൻ സ്റ്റേജും സാക്രിഫിഷ്യൽ ഓക്സൈഡ് ഉണ്ടാക്കുന്നതും എച്ചിങ്ങും ഒക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ദിസ് ഡിസൈൻ റിക്വയർസ് ടു, ഇത് ഞാൻ ഇതിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ. ഒരു സാമ്പിൾ പ്രോസസ് ഫോർ ഫാബ്രിക്കേറ്റിംഗ് എ മൈക്രോ കാൻഡിലിവർ യൂസിങ് സർഫസ് മൈക്രോ മെഷീനിങ് ടെക്നിക്. സോ കാൻഡിലിവർ, മൈക്രോ കാൻഡിലിവർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മൈക്രോ കാൻഡിലിവർ നമുക്കറിയാലോ, ഈ ഒരു ഭാഗം മാത്രമേ ഇരുന്ന് പൊങ്ങി നിൽക്കുന്നതായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എന്താ പറയുക, ആഷ് കളർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണ്. ഓക്കെ. പിന്നെ ഇത് സിലിക്കൺ നൈട്രൈഡ് ആണ്. സിലിക്കൺ നൈട്രൈഡ് എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം അവിടെ നിൽക്കേണ്ട ലെയറാണ്. നിൽക്കേണ്ട ലെയർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ലെയറാണ്. ദെൻ ഓക്സൈഡ് ഉണ്ട്, ഓക്സൈഡ് അവിടെ നിന്ന് റിമൂവ് ആയി പോകേണ്ട സാക്രിഫിഷ്യലാണ്. ദെൻ എന്താ പോളി സിലിക്കണും ഉണ്ട്, അതാണ് എന്താ ഗ്രീൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോ സ്റ്റെപ്സ് ആയിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. So first step involves the deposition of the temporary layer, an oxide layer. അപ്പോൾ നമ്മൾ പറഞ്ഞു നൈട്രൈഡ് ലെയർ ഉണ്ട്, ഓക്സൈഡ് ലെയർ ബ്ലൂ കളർ ഓൺ ദ സിലിക്കൺ സബ്സ്ട്രേറ്റ് യൂസിങ് ലോ പ്രഷർ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഇത് നമ്മളെ സബ്സ്ട്രേറ്റ്, ഇനീഷ്യൽ സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ത് ചെയ്യുന്നു, ഡെപ്പോസിഷൻ ഓഫ് സിലിക്കൺ നൈട്രൈഡ് ലെയർ ടു പ്രൊട്ടക്ട് ദ സിലിക്കൺ സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ, സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നത് സാക്രിഫിഷ്യൽ ലെയറായ സിലിക്കൺ നൈട്രൈഡ് ലെയർ വെക്കുകയാണ്. അപ്പോൾ അത് വേപ്പർ ഡെപ്പോസിഷൻ വഴിയാണ് കൊടുന്ന് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇൻവോൾവ്സ് ഡെപ്പോസിഷൻ ഓഫ് ദ സ്പേസർ ലെയർ വിച്ച് ക്യാൻ ബി എ ഫോട്ടോ സിലിക്കേറ്റ് ഗ്രാസ് യൂസ് ടു പ്രൊവൈഡ് എ സ്ട്രക്ചറൽ ബേസ്. അപ്പോൾ സ്ട്രക്ചറൽ ബേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുന്നു വെച്ചു, എന്താ സ്പേസർ ലെയർ, അതാണ് റെഡ്. ഓക്കെ. അതിൻ്റെ മുകളിൽ കൊടുന്നു വെച്ചിരിക്കുകയാണ്. ദെൻ എന്ത് ചെയ്യുന്നു, തേർഡ് സ്റ്റെപ്പ് ഇൻവോൾവ് സബ്സിക്വൻറ്റ് എച്ചിങ് ഓൺ ദ ലെയർ യൂസിങ് ഡ്രൈ എച്ചിങ് ടെക്നിക്. ഡ്രൈ എച്ചിങ് ടെക്നിക് ക്യാൻ ബി റിയാക്റ്റീവ് അയൺ എച്ചിങ് ഇത് മെത്തേഡുകൾ എന്ന് പറയുന്നതാണ്. സോ പാറ്റേൺ ഓക്സൈഡ് യൂസിങ് മാസ്ക് ആൻഡ് അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് നമ്മളിവിടെ ഇത് ഫോം ചെയ്തു. ഓക്കെ. ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദ കെമിക്കൽ ഡെപ്പോസിഷൻ ഓഫ് ഫോസ്ഫറസ് ഡോപ്ഡ് പോളിസിലിക്കൺ ടു ഫോം ദ സ്ട്രക്ചറൽ ലെയർ. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ ലെയറും കൂടി കൊടുന്നു വെച്ചു. ഇത് നമ്മളെ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മളെ സാക്രിഫിഷ്യൽ ബ്ലൂ ആണ്. ഈ കൊടുന്ന് വെച്ചിട്ടുള്ള ഗ്രീൻ ആണ് അവസാനം അവിടെ നിൽക്കേണ്ട സാധനം. ദ പൊസിഷൻ ഓഫ് ദ സിലിക്കൺ ലെയർ, പോളിസിലിക്കൺ ലെയർ, ദിസ് വിൽ ബി ദ കാൻഡിലിവർ ബീം. ഈ ഒരു പച്ച ഇതാണ് ഇതിൻ്റെ ഈ ഒരു കുഴിയിലായിട്ട് ഇവിടെ നിന്നു, പിന്നെ ഇതിവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ. Then the fifth step involves dry etching or removal of the structural layer to reveal the underlying. അപ്പോൾ ഇതിനെ ഒഴിവാക്കി കളയണമെങ്കിൽ ഇവിടുന്ന് ആവശ്യമില്ലാത്ത, അപ്പോൾ അതാണ് എച്ചിങ് ആണ് അടുത്ത സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ അത് അവിടുന്ന് എന്താ പറയുക ഒഴിവായി പോകും. ആൻഡ് ദ സിക്സ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് ദ ഓക്സൈഡ് ലെയർ ആൻഡ് ദ സ്പേസർ ലെയർ ഫ്രം ദ റിക്വയർഡ് സ്ട്രക്ചർ. അപ്പോൾ ആവശ്യമില്ലാത്ത എന്താ പറയുക ഓക്സൈഡ് ലെയറും ഒക്കെ റിമൂവ് ചെയ്ത അവസാനം ഇയാൾ ഒറ്റയ്ക്ക് അവിടെ സ്റ്റാൻഡായിട്ട് നിൽക്കും. നമ്മളുടെ സ്ട്രക്ചർ ഗ്രീൻ, അതായത് എന്താ പറയുക സ്ട്രക്ചർ ലെയർ അവസാനം അവിടെ വന്ന് നിൽക്കുന്നു. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റെപ്സ് ആർ സിമിലർ ടു ദ ബൾക്ക് മേക്ക്. ബാക്കി ഇനിയുള്ള കാര്യങ്ങളൊക്കെ മറ്റോടത്ത് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്സും ഫൈനൽ കാര്യങ്ങളൊക്കെ ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ സ്ട്രക്ചർ ഫോം ചെയ്ത് ബാക്കിയൊക്കെ എച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇതിലത്തെ ഒരു വ്യത്യാസം. പിന്നെ സാക്രിഫിഷ്യൽ ലെയറും സ്ട്രക്ചറൽ ലെയറും വരുന്നുണ്ട് എന്നുള്ളതാണ്. സാക്രിഫിഷ്യലിന് അവസാനം ഒഴിവാക്കി കളയും. ഓക്കെ. സോ ഇതൊരു കാൻഡിലിവർ ഫോം ചെയ്യുന്നതാണ്. സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആദ്യം ഡെപ്പോസിറ്റ് ആൻഡ് പാറ്റേൺ ഓക്സൈഡ് ചെയ്തു, ദെൻ ഡെപ്പോസിറ്റ് പാറ്റേൺ പോളി, ദെൻ സാക്രിഫിഷ്യൽ എച്ചിങ് ചെയ്ത് അവസാനം ഈ സാധനം പൊന്തി നിൽക്കുന്നു, അതിൻ്റെ ഇടയിലത്തേനൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഇത് അടിയിലേക്ക് ഇറങ്ങി നിൽക്കും. ഓക്കെ. So the major advantage of surface micromachining is that there is no constraint on the miniaturization of the devices fabricated.
അതർ ദാൻ ദോസ് റേസ്ഡ് ബൈ ദ ലിമിറ്റേഷൻ ഇൻ ലിത്തോഗ്രഫി ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രത്തോളം ചെറുതാക്കുന്നുള്ള അങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂ ഇല്ല, ലിത്തോഗ്രാഫി ടെക്നോളജിയുടെ ഒരു ലിമിറ്റേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ. And also the also structurally complex mechanical systems including freestanding or movable parts can be created by stacking multiple layers of material. And in addition, surface micromachining offers a high degree of compatibility with the IC processing. IC processing ആയിട്ട് highly compatible ആണ് ഇത് surface micromachining. But the main drawback of the surface micromachining is that the thin film technology that creates basically two-dimensional structures. Okay. സോ ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ പറയുന്നതാണ് മൈക്രോ മെഷീനിങ് സർഫസും ബൾക്കും. സോ ഫസ്റ്റ് ബൾക്കാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഉള്ളിലോട്ട് കാർവ് ചെയ്തെടുക്കുക എന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഐസോട്രോപ്പിക് അവിടെ കാണിച്ചിരുന്നില്ല, പ്രോസൊന്നും അവിടെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഫൈനലി കിട്ടുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റേത് സർഫസ് മൈക്രോ മെഷീനിങ് ആണ്. സബ്സ്ട്രേറ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ സാക്രിഫിഷ്യൽ ലെയർ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മുടെ ആവശ്യമുള്ള സാധനം വരും, ഇതിനെ ഒഴിവാക്കി കളയണം. അപ്പോൾ ആ ഒരു ഫോർമേഷൻ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് കാണിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഡയഗ്രാം ആണെങ്കിൽ കമ്പാരിസണിൽ വരച്ച് വെക്കാം, നല്ലതായിരിക്കും. ദെൻ പോയിന്റ്സ് പറയാം, ഒരു 5 പോയിന്റ് ജസ്റ്റ് പറയാം. ഫസ്റ്റ് ബൾക്ക് ആണെങ്കിൽ 3D ഫീച്ചേഴ്സ് ആർ etched into the bulk of personal crystalline and non-crystalline materials. The surface micromachining process of forming movable structures by placing the structures on initially rigid platforms, then removing the platforms, usually by etching the material away. Then bulk machining is useful for forming microstructures like trenches and holes. ട്രെഞ്ചും ഹോളൊക്കെ ബൾക്കാണ് നല്ലത്. Then the surface is useful for forming free moving microstructures including basic rotating structures. Then bulk micromachining wet etching technique can be used quickly and uniformly over large wafer surface area. Here highly anisotropic, but since it relies on high speed, high energy ion collisions, there is high potential for radiation damage to the surface of the wafer and sometimes results in poor selectivity അത്രത്തോളം മറ്റേതിന് അത്ര കിട്ടില്ല ഇതിൻ്റെ കേസിൽ. ഇപ്പോൾ അത് സെലക്ടിവിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ദെൻ ബൾക്ക് മൈക്രോ മെഷീനിങ് ടൈം കൺസ്യൂമിങ് അല്ല, ബട്ട് സർഫസ് മൈക്രോ മെഷീനിങ് എന്ന് പറയുന്നത് കൺസ്യൂമിങ് ആണ്. ഓക്കെ, then bulk micro machining is not easily integrated with microelectronics. അത്ര ഈസി ഇൻ്റഗ്രേഷൻ അല്ല, ബട്ട് the surface micro machining can be easily integrated. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്നത് മൈക്രോ മെഷീനിങ്ങിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിലും അത്യാവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകില്ല.